ഹലോ, ഞാനിന്ന് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് സ്യൂവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. സ്യൂവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് വളരെ ഈസിയാണ്. ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് സ്യൂവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് പ്രൈമറി പ്രോസസ്സിലൂടെ നമ്മൾ ആദ്യം കടത്തിവിടുന്നു റോ സ്യൂവേജിനെ. അത് സ്ക്രീനിങ് നടത്തുന്നു. സ്ക്രീനിങ്ങിൽ നമുക്ക് റെസിഡ്യൂവിനെല്ലാം UASB എന്ന മെത്തേഡിലൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ബയോഗ്യാസ് പ്രോഡക്റ്റ് കിട്ടുന്നു. ഫിൽട്രേറ്റ് ചെയ്ത് ആദ്യം സെഡിമെൻറ്റേഷനാണ് ചെയ്യുന്നത്. സെഡിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് സ്ക്രീനിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ലാർജ് ഡെബ്രീസ് സച്ച് എസ് റാക്സ്. സ്ക്രീനിങ് വലിയ വലിയ സാധനങ്ങൾ ആവശ്യമുള്ള വലിയ സാധനങ്ങൾ മാറ്റുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രീനിങ് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ ഫിൽറ്ററിങ് ആണ്. വലിയൊരു പ്രൊഡക്ട്സിനെ മാറ്റുന്നു, ഉപയോഗമുള്ളത് എടുക്കുന്നു. എന്നിട്ട് അതിനെ ആദ്യം സെഡിമെൻറ്റേഷൻ ഇടുന്നു. കുറച്ച് നേരം വെള്ളത്തിലിടുന്നു. വെള്ളത്തിലിടുമ്പോൾ വലിയ ഹെവി പാർട്ടിക്കിൾസ് താഴെ ഒരു സ്ലഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നു. മുകളിൽ ഓയിൽസും ഗ്രീസും ഒക്കെ ഫ്ലോട്ട് ചെയ്യുന്നു. അത് നമ്മളെടുത്ത് മാറ്റുന്നു. അപ്പോൾ തന്നെ 50 to 70% ഓഫ് സസ്പെൻഡഡ് സോളിഡ്സിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. 30 to 40% ഓഫ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നു ഫസ്റ്റ് സെഡിമെൻറ്റേഷൻ പ്രോസസ്സിലൂടെ തന്നെ. ഇതായിരുന്നു പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. ഈ പ്രൈമറി ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കുള്ള ലക്ഷ്യം ലാർജ് സോളിഡ്സിനെയും സെറ്റിലബിൾ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മാറ്ററിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഇനി ഈ സസ്പെൻഡഡ് ഓർഗാനിക് മാറ്ററിനെയും ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്ററിനെയും നമ്മൾ ബയോളജിക്കലി ഡീകമ്പോസ് ചെയ്യുന്നതാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. ഈ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ഇതൊരു എറോബിക് ട്രീറ്റ്മെൻറ്റാണ്. ഓക്സിഡേഷൻ ഓഫ് സ്യൂവേജ്. ഇതിൽ നമുക്ക് കാർബണിനെ CO2 ആയിട്ടും നൈട്രജനെ NH3 ആൻഡ് ഫൈനലി നൈട്രൈറ്റ്സിനെ നൈട്രേറ്റ്സ് ആയിട്ട് മാറ്റുകയും ചെയ്തു. ഇത് 2 രീതിയിൽ ഉണ്ട്. ട്രിക്ലിംഗ് ഐറ്റർ മെത്തേഡും ആക്ടിവേഷൻ സ്ലഡ്ജ് പ്രോസസ്. ട്രിക്ലിംഗ് ഐറ്റർ മെത്തേഡ് വളരെ ഈസി ആയിട്ടുള്ള ഇതാണ്. ഇതിൽ 2 മീറ്റർ ഡെപ്തിൽ റെക്ടാങ്കുലർ ഷേപ്പിൽ നമ്മൾ മെറ്റീരിയൽസ് ലൈക്ക് ബ്രോക്കൺ ബ്രിക്സ്, ക്രഷ്ഡ് റോക്സ് ഒക്കെ ഫിറ്റ് ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടറിൽ. ഇതിൽ സ്യൂവേജ് വാട്ടർ നമ്മൾ ഇടുമ്പോൾ ഈ ഗ്യാപ്പിലൂടെയൊക്കെ ഈ ബ്രിക്സിനിടയിലൊക്കെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇതൊക്കെ ഈ ഓർഗാനിക് മാറ്ററിനെ മാറ്റി നമുക്ക് ഫിൽട്ടറായി അവസാനം ഒരു മോർ ഓർ ലെസ് ക്ലിയർ എഫ്ലുവൻ്റ് നമുക്ക് ബാക്കി കിട്ടുന്നു. അപ്പോൾ ആ കല്ലിനിടയിലുള്ള മൈക്രോ ഓർഗാനിസംസും അതൊക്കെ ഓർഗാനിക് മാറ്ററിനെ കളക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ട്രിക്ലിംഗ് ഐറ്റർ മെത്തേഡ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ഇതാണ്. ആക്റ്റീവ് റിസർച്ച് പ്രോസസ് നമ്മൾ ഈ സ്ലഡ്ജിൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്സിജനിലൂടെ ഓക്സിഡേഷൻ നടക്കുന്നു. എയറോബിക് പ്രോസസ് സ്റ്റാർട്ടാകുന്നു. ഇത് വളരെ ഫാസ്റ്റാണ്. ഇത് നമ്മൾ സ്ലഡ്ജിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. ഇത് എയറോബിക് പ്രോസസ്സ് കൂടെയാണ്. ഇനി നമ്മൾ അഡ്വാൻസ് ടെറസ്ട്രിയൽ ട്രീറ്റ്മെൻറ്റ്, ലാസ്റ്റ് പ്രോസസ്സ്. ഈ ട്രീറ്റ്മെൻറ്റോടുകൂടി ഈ വെള്ളം പോൺസിലോ വാട്ടർ ബോഡീസിലോ നമുക്ക് നീക്കാൻ പറ്റുന്നതാണ്. ഈ നൈട്രജൻ ഫോസ്ഫറസും കോമ്പൗണ്ട്സ് പ്രസൻറ്റ് ഇൻ ദ ഇൻഫ്ലുവൻറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ദ ടെറസ്ട്രിയൽ ട്രീറ്റ്മെൻറ്റ്. പ്രസിപ്പിറ്റേഷൻ, നൈട്രജൻ സ്ട്രിപ്പിംഗ്, ക്ലോറിനേഷൻ. ഇങ്ങനെയൊക്കെയാണ് ഈ 3 രീതിയിലാണ് ടെറസ്ട്രിയൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ വരുന്നു ലാസ്റ്റ് പഠിക്കുകയാണ് അപ്ഫ്ലോ അനേറോബിക് സ്ലഡ്ജ് ബെഡ് റിയാക്ടർ. നമ്മൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ റെസിഡ്യൂസ് എല്ലാം മാറ്റി വെച്ചല്ലോ, അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ അപ്ഫ്ലോ സ്ലഡ്ജ് ബെഡ് റിയാക്ടർ UASB എന്ന മെഷീനിലൂടെയാണ് നമ്മളത് പ്രൊഡക്റ്റീവായി എടുക്കുന്നത്. ഇതിലൂടെ നമ്മൾ കിട്ടുന്ന എഫ്ലുവൻ്റ് ഫ്രം റിയാക്ടറിൻ്റെ ബോട്ടമിൽ നിന്നാണ് കൊടുക്കുന്നത്. അത് മുകളിലോട്ട് പോയാണ് ഫിൽട്ടർ ആവുന്നത്. സ്ലഡ്ജ് ബ്ലാങ്കറ്റ് നമ്മൾ 1 to 5 mm ഡയമീറ്ററുള്ള ഗ്രാനുവൽസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ വേസ്റ്റ് ഗ്രാനുവൽസ് ആയിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ ഗ്യാസസ് ലൈക്ക് മീഥേൻസ് ആർ ഫോംഡ്. ഇത് കാരണം ഇൻറ്റേർണൽ സർക്കുലേഷൻ ഈസി, ഫോർമേഷൻ മെയിൻ്റെനൻസ് ഓഫ് ഗ്രാനുവൽസ് ഈസി ആക്കുന്നു. ഗ്യാസ് കിട്ടുന്നത് ഫ്രീ ആയിട്ട് നമ്മൾ മുകളിലോട്ട് വിടുന്നു. ബയോഗ്യാസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. ഈ അപ്ഫ്ലോ വെലോസിറ്റി ഒരു 0.6 to 0.9 meter per hour മെയിൻറ്റെയിൻ ചെയ്യുന്നു.
ഇതൊക്കെയാണ് സ്യൂവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രോസസ്സുകൾ. താങ്ക് യു.